ഇത്ര സിമ്പിൾ ആയിരുന്നു മന്തിയുടെ റെസിപ്പി, അതും ഒട്ടക മന്തി. സോ നമുക്കിന്ന് ഒരു ക്യാമൽ മീറ്റ് മന്തി ട്രൈ ചെയ്താലോ? അതും മന്തിയുടെ കൂടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ മയണൈസും ഡക്കു സോസും. അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ക്യാമൽ മീറ്റ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഏത് മന്തി ആണെങ്കിലും നമ്മൾ അധികം മസാലപ്പൊടികൾ ചേർക്കാറില്ല. കഴുകി വെച്ചിട്ടുള്ള ക്യാമൽ മീറ്റിലേക്ക് 1 ടീസ്പൂൺ മല്ലിയും കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക തുടങ്ങിയ മസാലയും മന്തിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായ ഡ്രൈ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ക്യാമൽ മീറ്റിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ നമ്മുടെ മന്തിയുടെ പകുതി പ്രോസസ്സ് ഇവിടെ തീർന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസ് കുറച്ച് പച്ചമുളക് ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളമില്ലാതെ വാർത്തെടുക്കാം. 4 വിസിലിന് ശേഷം നമ്മുടെ ക്യാമൽ മീറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം നല്ലൊരു മന്തിയുടെ മണമാണ്. ഒരുപാട് മസാല കുത്തുകളൊന്നും ഇല്ലാത്ത നല്ലൊരു പെയിൽ മീറ്റിന്റെ മണം നമുക്ക് കിട്ടുന്നുണ്ട്. സോ സംഭവം എന്തായാലും അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ച മീറ്റിൽ ഈ സ്റ്റോക്ക് എടുത്ത് മാറ്റാണ്. കാരണം നമ്മൾ റൈസ് ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോക്ക് അത്യാവശ്യമായിട്ട് വേണം. പിന്നെ മന്തിക്ക് മന്തിയുടേതായിട്ടുള്ള ഫ്ലേവർ കൊടുക്കുന്നത് ഈ സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ ഇനി മന്തിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ്. മന്തി റെഡിയാക്കാനുള്ള പാത്രം നമ്മൾ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ക്യാമൽ മീറ്റ് മൊത്തത്തിൽ ആ പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മീറ്റിന്റെ മുകളിലേക്ക് ഓരോ ലെയർ ആയിട്ട് റൈസ് ഇടുകയാണ്. റൈസ് ഇട്ട് ഓരോ ലെയർ ആകുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മീറ്റിന്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ അടപ്പിന്റെ മുകളിൽ എന്റെ മാർബിളിന്റെ ചപ്പാത്തി പലകയാണ് വെച്ചിട്ടുള്ളത് ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്. മന്തിക്ക് ഒരു കളർ കിട്ടാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഒട്ടകം മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മന്തി റൈസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒട്ടകം മന്തിയുടെ കഴിക്കാനായിട്ട് മയണൈസും ഡക്കു സോസും ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും പെർഫെക്ഷനോട് കൂടി മന്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. സോ ക്യാമൽ മീറ്റ് മന്തിയും മയണൈസും ഡക്കു സോസും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്